ഭൂമിയിലില്ലെന്ന്. എന്റെ ജനനം കൊണ്ട് ജന്മജന്മാന്തരങ്ങളിൽ തുടങ്ങി വെച്ച് ആയിരം സങ്കല്പങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ് എന്നെ നിൽക്കുന്നതെന്ന്, അവയുടെ തീരുവയാണ് എൻ്റെ തീരുവയെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം. എനിക്കൊരവകാശവും നിങ്ങളോട് ചോദിക്കുവാനില്ല. എൻ്റെ അച്ഛനാണ് നിങ്ങൾ. എനിക്കൊട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്നെ അതിനനുവദിക്കണം. അവിടുത്തെ പാദങ്ങൾ തലോടുവാൻ, അവിടുത്തേക്ക് ആഹാരം തരുവാൻ, അങ്ങയെ പരിചരിക്കുവാൻ, അങ്ങയ്ക്ക് അസുഖം വന്നാൽ അതെന്റേതാണെന്നോർത്ത് തീർക്കുവാൻ. അല്ലയോ ധന്യാത്മാവേ, എന്റെ ഈ കർത്തവ്യ കർമ്മങ്ങളൊന്ന് തീർത്ത് ഞാൻ ആ ബന്ധത്തിൽ നിന്ന് ഒന്ന് മുക്തനായിക്കോട്ടെ. അതിനെന്നെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് എനിക്ക് അമ്മയാണ്, ഞാൻ അവിടുത്തെ മകനാണ്. എനിക്കൊന്നും അവകാശപ്പെടാനില്ല. എനിക്ക് അവിടുത്തേക്ക് ചെയ്യുവാനുണ്ട്. അതിനെനിക്ക് ഓർമ്മയും അതിന് വേണ്ടുന്ന സൗകര്യവും അവിടുത്തെ അനുഗ്രഹത്തിൽ നിന്നുണ്ടാകണമേ എന്ന ഒരു പ്രാർത്ഥനയല്ലാതെ ഒന്നും ഞാൻ അവിടുത്തോട് അവകാശമായി ഉന്നയിക്കുന്നില്ല. പുത്ര, നീ എനിക്ക് പുത്രനാണ്. ഒരച്ഛന്റെ കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാൻ എന്നെ അനുവദിക്കുക മാത്രം ചെയ്യണമേ എന്ന്. നിന്നോടൊരു അവകാശവും എനിക്ക് ഉന്നയിക്കുവാനില്ല. നിന്റെ ജീവിതം സ്വതന്ത്രവും സ്വച്ഛവുമാണ്. എന്റെ ഈ ശരീരം നിന്നോടുള്ള ബന്ധത്തിന്റെ തലങ്ങളിൽ ദുഃഖിക്കാതിരിക്കുവാൻ നീ എങ്ങനെയാകണമെന്നത് എനിക്ക് പ്രശ്നമല്ല. ഞാൻ എങ്ങനെയാകണമെന്നുള്ളത് എനിക്ക് പ്രശ്നമാണ്. ഈ ദർശനം വേറെയാണ്. നിങ്ങളെ പഠിച്ചിട്ടുള്ള ദർശനമല്ല. നിങ്ങൾ ഇതുവരെ പഠിച്ച ദർശനമൊക്കെ ഇതിന് വിപരീതമാണ്. ഇതെന്റെ ആത്മാവിന്റെ ദർശനമാണ്. ഇതെന്നെ ഞാൻ കണ്ടെത്തുന്ന ദർശനമാണ്. ഇതെന്നെ പരിണമിപ്പിക്കുന്ന ദർശനമാണ്. എന്നെ ജഗദീശ ഉത്സംഗത്തിൽ എത്തിക്കുന്ന ദർശനമാണ്. ഇവിടെ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇവിടെ എനിക്ക് കിട്ടുന്നത് ആത്മാവ് മാത്രമാണ്.